നാടുകാണിച്ചുരവുമായി ബന്ധപ്പെട്ട് മെയ് 3-ാം തീയതി 2026 നടത്തിയ ക്ലീനിങ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ എയറിൽ നിൽക്കുന്നുണ്ട് എനിക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുകൾ എന്ന് പറയുന്നത് വൈക്കടവ് ഗ്രാമപഞ്ചായത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന, നമ്മൾ ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സുഹൃത്ത് എന്ന് പറയുന്നത്, ഒരു സുഹൃത്ത് മുഖേന വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ വൈക്കടവ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദ്യങ്ങൾ കത്ത് മുഖാന്തരമാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. 05 മെയ് 2026 നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഓരോന്നും അക്കമിട്ട് നിങ്ങളുടെ മുൻപിൽ നമ്മൾ നിരത്താണ് ആദ്യം ചെയ്യുന്നത്. VM സാദിഖലിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ടും നമ്മളോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. കുറേ ചോദ്യം ഉണ്ട് കേട്ടോ, കുറച്ച് ക്ഷമിക്കട്ടോ. അത് ഒന്ന് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, ചെറിയ കുട്ടിക്കളിയല്ല എന്നുള്ളത്. ഓരോ ഇന്ത്യൻ പൗരനും അത്രയധികം അവകാശമുണ്ട് നമ്മുടെ രാജ്യത്തിൽ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന വെളിവാക്കുന്നതാണ് 2005 വന്ന വിവരാവകാശ നിയമം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർക്കാർ വകുപ്പുകളിൽ എന്തെങ്കിലും രേഖ ആവശ്യമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് കൊടുത്ത് സ്റ്റാമ്പിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഓൺലൈനിലും അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 3/5/2026 നടന്ന നാടുകാണിച്ചുരം മാസ് ക്ലീനിങ് പരിപാടിയുടെ ഔദ്യോഗിക ഓർഡിനൻസ് ആയി രേഖപ്പെടുത്തിയിരുന്നത് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ചോദ്യം എന്നുള്ളത്. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഔദ്യോഗിക ഓർഡിനൻസറെ ചുമതലപ്പെടുത്തിയതായി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമുള്ളത്. ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇതിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, എത്ര രേഖകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ച വ്യക്തി, സംഘടനയുടെ പേര്, വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത്, വൈക്കടവ് PO, മലപ്പുറം ജില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഈ പരിപാടിക്ക് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യമുള്ളത്. അതിൻ്റെ ഉത്തരം പഞ്ചായത്ത് നേരിട്ട് നടത്തിയ പരിപാടി ആയതിനാൽ മറ്റ് അനുമതികളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമുള്ളത്. നാലാമത്തെ ചോദ്യം വരുന്നത് ഉണ്ടെങ്കിൽ അപേക്ഷ നൽകിയ വ്യക്തി, സംഘടനയുടെ പേര്, എന്ത്, അപേക്ഷയുടെ പകർപ്പ് നൽകുക എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമായിട്ടുള്ളത് ബാധകമല്ല എന്നുള്ളതാണ്. ഇത് പഞ്ചായത്ത് നേരിട്ട് നടത്തിയ പരിപാടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും ബാധകമല്ല എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം വരുന്നത് പഞ്ചായത്ത് ഈ പരിപാടി സ്വയം സംഘടിപ്പിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരുടെയോ പരിപാടിയിൽ പങ്കാളികളായതാണോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം വന്നിട്ടുള്ളത് അതെ, കോമട്ടിട്ട് അല്ല എന്നുള്ളതാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് സംഘടനകളും വിവിധ വകുപ്പുകളും വ്യക്തികളുമെല്ലാം പരിപാടിയിൽ സഹകരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് മിനിറ്റ്സ്, പ്രമേയം, ഔദ്യോഗിക അറിയിപ്പ്, ഫയൽ നോട്ടിംഗ് കോപ്പി എന്നിവ നൽകുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് തീരുമാനിച്ചതിൻ്റെ പകർപ്പ് 1A4 സൈസ് പേപ്പറിൽ
ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പേജ് 1 3 രൂപ അടവാക്കി പകർപ്പ് കൈപ്പറ്റാവുന്നതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണ് പണം ഇടേണ്ടതെന്നോ എങ്ങനെയാണത് കിട്ടേണ്ടതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ അതിൻ്റെ പകർപ്പ് വാങ്ങിക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് പരിപാടിയുടെ എക്സിക്യൂഷൻ സംബന്ധിച്ച നോഡൽ ഓഫീസർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ 7ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവും വൈരുദ്ധ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി കോമണ്ടിട്ട് പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് വൈക്കടവ് പഞ്ചായത്ത് നടത്തിയ പ്രോഗ്രാം അല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. 8ാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട് മറ്റു വകുപ്പുകൾക്ക് അയച്ച കത്തുകൾ, ഇമെയിലുകൾ, നിർദ്ദേശങ്ങൾ എന്നിവയുടെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസ്തുത വിവരങ്ങൾ 5 A4 പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. A4 സൈസ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പേജ് 1 3 രൂപ നിരക്കിൽ 15 രൂപ അടവാക്കി പകർപ്പ് കൈപ്പറ്റേണ്ടതാണ് എന്നുള്ളതാണ് അടുത്ത ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 9ാമത്തെ ചോദ്യം വരുന്നത് പരിപാടിയിൽ പങ്കെടുത്ത സർക്കാർ വകുപ്പുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ഉത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കുക. വ്യത്യസ്തമായിട്ട് നമുക്കൊരു ബന്ധമില്ലാത്ത രൂപത്തിലാണ് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം പഞ്ചായത്ത് ഇതിൻ്റെ ഒരു രേഖയും അവരുടെ കൈകളിലില്ല. ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ പങ്കെടുത്തു എന്നുള്ളത് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യമുള്ളത്. 10ാമത്തെ ചോദ്യം വരുന്നത് വനം വകുപ്പ്, ആരോഗ്യ വകുപ്പ്, PWD, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തുടങ്ങിയ വകുപ്പുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖയുടെ പകർപ്പ് നൽകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം വരുന്നത് പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ വകുപ്പുകളെയൊന്നും ഇവർ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ വന്നത് അവർക്കറിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം ഓരോ വകുപ്പും നിർവഹിച്ച ചുമതലകളുടെ വിശദാംശങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ 11ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഉള്ളത്. 12ാമത്തെ ചോദ്യം വരുന്നത് കേരള വനം വകുപ്പിൽ നിന്ന് ആവശ്യമായ അനുമതി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ അനുമതിയെടുത്ത വ്യക്തി സംഘടനയുടെ പേര് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 13ാമത്തിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം വിവരാവകാശം കൊടുത്ത് വേറെയും ഡാറ്റാസ് നമ്മുടെ അടുത്തുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മളതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. 14ാമത്തെ ചോദ്യം വരുന്നത് ഫോറസ്റ്റ് പെർമിഷൻ കോപ്പി, ഫയൽ നമ്പർ ഉൾപ്പെടെ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് വനം വകുപ്പിൻ്റെ അനുമതിയുടെ പകർപ്പ് 1 A4 സൈസ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. പേജ് 1 3 രൂപ അടവാക്കി പകർപ്പ് കൈപ്പറ്റേണ്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രേഖകൾ നമ്മൾ
തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുമായിട്ട് അതിൻ്റെ രേഖകൾ പങ്കുവെക്കാം. 15ാമത്തെ ചോദ്യം വരുന്നത് കേരള ആരോഗ്യ വകുപ്പ് പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമായി പറഞ്ഞിട്ടുള്ളത് പങ്കെടുത്തവരുടെ പേര് വിവരങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന് DMOക്ക് നമ്മൾ കത്ത് മുഖാന്തരം നമ്മൾ പേഴ്സണലി കത്തുകൾ അയച്ചതിൻ്റെ കോപ്പികളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എങ്ങനെയെല്ലാമാണ് പെർമിഷൻ എടുത്തത്, ക്ലീനിങ് പ്രോസസ്സിന് ആരെല്ലാമാണ് പങ്കെടുത്തത്, ഏതെല്ലാം മീഡിയ ആണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത്, എത്ര രൂപയാണ് ഇതിന് ചിലവഴിച്ചത്, എത്ര രൂപയെല്ലാം ആരെല്ലാം തന്നു എന്നുള്ളതൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക രേഖകൾ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ബാധകമല്ല എന്നുള്ളതാണ്. കാരണം പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിനെ അറിയിക്കാത്തത് കൊണ്ടാണ് ബാധകമല്ല എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. 03/2026 5ാം മാസത്തിൽ നടത്തിയ നാട് കാണിച്ചുരം ക്ലീനിങ് പരിപാടിയിൽ ക്ലീൻ ചെയ്ത പ്രദേശത്തിൻ്റെ വിസ്തീർണം ഏക്കർ കിലോമീറ്റർ എത്ര എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8 കിലോമീറ്റർ എന്നാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. ശരിക്ക് 10.7 കിലോമീറ്ററാണ്. നമ്മൾ 43ഓളം 250ൻ്റെയും 300 മീറ്റർ ഉൾപ്പെടുത്തിയിട്ട് 43 പോയിൻ്റുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മീറ്റിംഗ് പോയിൻറ്റിലും ഓരോ ടീമുകളാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ടീമിലും 25 മുതൽ 30 വരെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് 250, 300 മീറ്ററുമായിട്ടാണ് നമ്മൾ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. റോഡുകളിൽ നമ്മൾ കൃത്യമായിട്ട് അതിന് മാർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. PWDൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് ഡ്രൈവ് നൽകിയിട്ടുണ്ടായിരുന്നത്. അടുത്ത 18ാമത്തെ ചോദ്യം വരുന്നത് ക്ലീനിങ് നടത്തിയ ദൂരം എത്ര എന്നുള്ളത്. അതിന് ഉത്തരം വരുന്നത് 8 കിമി എന്നാണ്. 8 കിലോമീറ്റർ ദൂരമാണ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ 10.7 കിലോമീറ്റർ റോഡ് മാർഗമാണ് നമ്മൾ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 19ാമത്തെ ചോദ്യം വരുന്നത് ആകെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്ര എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവും വൈരുദ്ധ്യമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രസ്തുത വിവരം പ്രത്യേകം രേഖയായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഒരു ഡാറ്റ പോലും അവരടുത്തില്ല. ആളുകൾ വന്നതിൻ്റെ കണക്കുകളില്ല. എങ്ങനെയാണ് ഗ്രൂപ്പുകളായി തിരിച്ചത് എന്നുള്ളതിൻ്റെ കണക്കുകളില്ല. വാഹനം എത്രത്തിലാണ് ഉപയോഗിച്ചത്, ഓരോ ടീമിനെയും ഓരോ പോയിന്റിലേക്കും എത്രത്തിലാണ് വാഹനമായിട്ട് നമ്മൾ കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും അവരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം വരുന്നത്. 20ാമത്തെ ചോദ്യമാണ് അടുത്തത് വരുന്നത്. പങ്കെടുത്തവരുടെ ഹാജർ പട്ടിക രജിസ്ട്രേഷൻ രേഖയുടെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. 20ാമത്തതിൻ്റെ ഉത്തരം പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പഞ്ചായത്ത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് പ്രത്യേകം രേഖപ്പെടുത്തി സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതവർ നടത്തിയ പരിപാടിയല്ല എന്നുള്ളത് നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാവുകയും കൊണ്ടിരിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. 21ാമത്തെ ചോദ്യം വരുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ് ഉത്തരം നൽകിയിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം വരുന്നത് പരിപാടി കോർഡിനേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. ഈ ക്ലീനിങ്ങിന് വന്ന ഓരോ ആളുകൾക്കും അറിയാം ആരൊക്കെയാണ് അവിടെ ഇത്തരത്തിൽ കോർഡിനേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 23ാമത്തെ ചോദ്യം വരുന്നത് പരിപാടിക്ക് ഉണ്ടായ ആകെ ചെലവ് എത്ര എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് തുക ചിലവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വരുന്ന ആളുകൾക്കൊക്കെ ഗ്ലൗസൊക്കെ ആരാണ് കൊടുത്തത് എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിനറിയോ? ഈ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാണ് കൊടുത്തത് എന്നുള്ളത് അറിയോ? ഈ വരുന്ന ആളുകളിൽ കോർഡിനേറ്റർമാരായിട്ട് കേൾട്ടൺ ഓഫ് റോഡ് ജീപ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു.
അവർ 43 വാഹനങ്ങളായിട്ട് അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ 4000 5000 രൂപ ഒക്കെ പെട്രോളും ഡീസലും അടിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പണം ആരാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇവർക്കറിയോ? ഇവർ നിൽക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കോർഡിനേറ്റർ. അവർക്കുള്ള താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പണം നൽകിയത് ആരാണ് എന്നുള്ളത് വൈക്കടവ് ഗ്രാമപഞ്ചായത്തിനറിയോ? അവർക്ക് ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളത് അറിയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓരോ രൂപയുടെ കണക്കുകളും ഓരോ ചിലവഴിച്ച രൂപയുടെ കണക്കുകളും നമ്മൾ പുറത്തു വിടുന്നതായിരിക്കും. പഞ്ചായത്ത് പ്രത്യേകമായിട്ട് ഇതിന് പണം ചിലവാക്കിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇത് പഞ്ചായത്തിന് ഒരു റോളുമില്ലാത്ത പ്രോഗ്രാമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. 24ാമത്തെ ചോദ്യം വരുന്നത്, പരിപാടിക്ക് പഞ്ചായത്ത് ധനസഹായം നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര രൂപ? ഏത് ഹെഡിൽ നിന്ന് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത് ഇല്ല, ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് ഒരു രൂപ പോലും ചിലവായിട്ടില്ല എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം കൊടുത്തിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവർക്കൊരു രൂപ പോലും ചിലവ് ഈ ഒരു ക്ലീനിങ് ഡ്രൈവിന് വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. 25ാമത്തെ ചോദ്യം വരുന്നത്, പരിപാടിക്ക് ധനസഹായം നൽകിയ വ്യക്തികൾ സ്ഥാപനങ്ങൾ ആരെല്ലാമാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ അറിയാം, അവർ ഇതിനൊരു രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. അവർ മുൻകൈ എടുത്തിട്ട് ഒരാളോടും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ കാരണമായിട്ടുള്ളത്. വിവരാവകാശം ഒരിക്കലും കള്ളം പറയുന്ന ഒരു രേഖയല്ല എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരനും അറിയുന്ന കാര്യമാണ് കേട്ടോ. 26ാമത്തെ ചോദ്യമാണ്, പങ്കെടുത്തവർക്ക് നൽകിയ ഭക്ഷണത്തിൻ്റെ വിശദാംശങ്ങളും ചിലവുകളും നൽകുക എന്നുള്ളതാണ്. പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകുന്നത്. അന്ന് വന്ന ആളുകൾക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ ഒരു കണക്ക് പോലും അവർക്കില്ല. എന്താണ് ഭക്ഷണം കൊടുത്തത് എന്ന് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമായില്ലേ. അവർ അന്ന് കഴിച്ച കപ്പയുടെയും ചമ്മന്തിയുടെയും ഒന്നും കണക്കുകൾ നമ്മൾ പറയുന്നില്ല. അവരൊക്കെ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ആ ചെമ്പിൻ്റെ ചുറ്റുമായിട്ട് പണിയെടുക്കാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ചിത്രങ്ങളും ഫോട്ടോസൊക്കെ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ. ഇനി 27ാമത്തെ കാര്യമാണ്, താമസ സൗകര്യം ഒരുക്കിയിരുന്നോ? ഉണ്ടെങ്കിൽ ചിലവ് എത്ര എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 27ാമത്തെ ചോദ്യമാണ് കേട്ടോ. അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? താമസം അവർ ഏർപ്പെടുത്തിയിട്ടില്ല, ഇല്ല, ബാധകമല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് ഏകദേശം 43 പേരുകൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള താമസ സൗകര്യം അവിടെ ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഗോപിയേട്ടനാണ്. ഗോപിയേട്ടന് അതിന് നമ്മളെ സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ റൂം കാണിച്ചു തരാനും ആ ഹോം സ്റ്റേ കാണിച്ചു തരാനും നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നു. വെള്ളക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്തെ മെമ്പറാണ് ഗോപിയേട്ടൻ കേട്ടോ. 28ാമത്തെ ചോദ്യമാണുള്ളത്, പങ്കെടുത്തവരുടെ ഗതാഗത സൗകര്യം ആരാണ് ഒരുക്കിയത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തികൾ നേരിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. കേൾട്ടൺ ഓഫ് റോഡിനെ കുറിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും മറക്കില്ല എന്നുള്ളതാണ്. ക്ലീനിങ് ഡ്രൈവിന് വന്ന 1500 ആളുകൾക്കും കൃത്യമായിട്ട് കേൾട്ടൺ ഓഫ് റോഡിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരാണ് ഓരോ പോയിന്റിലേക്കും അവരുടെ സ്വന്തം തുക ചെലവഴിച്ചിട്ടാണ് ഓരോ പോയിന്റിലേക്കും ആളുകളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചതായിരിക്കും. കാരണം വേറൊരാളിത് ക്രെഡിറ്റ് കൊണ്ടുപോയാൽ അവർക്ക് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുക. വ്യക്തികൾ നേരിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നത്. 43 വാഹനങ്ങൾ കേൾട്ടൺ ഓഫ് റോഡിൻ്റെ സജീവമായിട്ട് ഈ ഒരു ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 29ാമത്തെ ചോദ്യം, ശേഖരിച്ച
മാലിന്യത്തിൻ്റെ ആകെ അളവ് ടണ്ണിൽ കിലോഗ്രാമിൽ എത്ര എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. ഇപ്പോഴും അവർക്ക് അതിൻ്റെ വിവരങ്ങളില്ല എന്നുള്ളത് ആണ് അതിൻ്റെ ഉത്തരങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രസ്തുത വിവരം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് ഡാറ്റ ഉണ്ട്. 5570 കിലോഗ്രാം മാലിന്യമാണ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വ്യത്യസ്തമായ 15 ഇനം മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ രേഖകൾ നമ്മളെ വ്യക്തമാക്കുന്നത്. ബന്ധപ്പെട്ട മിനിസ്റ്റർ തലത്തിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഫോറസ്റ്റ് മിനിസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഈ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, പരിസ്ഥിതി മന്ത്രിക്ക് ഈ വിവരങ്ങൾ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള സ്പീക്കറിനും ഈ വിവരങ്ങൾ നമ്മൾ പ്രൊജക്റ്റായിട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പുറമെ നിലമ്പൂർ MLA ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് സാറിനും ഈ വിവരങ്ങൾ പ്രൊജക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് സാർ നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിയമസഭയിൽ ഒരു സബ്മിഷനായിട്ട് ഇത് അവതരിപ്പിക്കാമെന്നുള്ള വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാക്ക് പാലിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്ത 30ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശേഖരിച്ച മാലിന്യത്തിൻ്റെ തരം പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഫുഡ് വേസ്റ്റ് മുതലായവ ഏതെല്ലാം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കമ്മട്ട കണക്കാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും മാലിന്യത്തിൽ പല മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ ഗ്ലാസ്, പ്ലാസ്റ്റിക്, സാനിറ്ററി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, തുണി മാലിന്യങ്ങൾ, പേപ്പർ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു അവിടെയും ഇവിടെയും തൊടാതെ ഒരു പേരുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഓരോന്നും എത്ര കിലോഗ്രാമാണ് എന്നുള്ള കണക്കുകൾ അവരുടെ കയ്യിലില്ല. നമ്മുടെ അടുത്ത് അതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ കാരണം നമ്മളാണ് ക്ലീനിങ് ഡ്രൈവ് ചെയ്തതും അവിടെയുള്ള മാലിന്യ സംസ്കരണം ചെയ്യാനുള്ള പരിപാടികൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും. 31ാമത്തെ ചോദ്യമാണ് കേട്ടോ. ശേഖരിച്ച മാലിന്യം പിന്നീട് എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിലവർ നൽകിയിട്ടുള്ള ഉത്തരം ക്ലീൻ ഹോപ്പ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, എലിമിനെയർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജി, ഹരിത കർമ്മസേന എന്നീ സ്ഥാപനങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അവിടെയുള്ള മുഴുവൻ മാലിന്യവും കളക്ട് ചെയ്തത് ക്ലീൻ ഹോപ്സ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ടീമാണ് കൊണ്ടുപോയിരുന്നത്. അവർ 2 വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു വലിയ ലോറി ഉണ്ടായിരുന്നു, ഒരു പിക്കപ്പും ഉണ്ടായിരുന്നു. അതിൽ നിറഞ്ഞ് വീണ്ടും നമുക്ക് വാഹനങ്ങൾ ആവശ്യം വന്ന സമയത്ത് നമ്മളവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചു. നമുക്കൊരു വാഹനം വിട്ടുതരാൻ പറ്റുമോ എന്നുള്ളത് പ്രസിഡൻറ്റിനോട് ചോദിച്ച സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിത കർമ്മസേനയുടെ വാഹനം നമുക്ക് വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നു. ഹരിത കർമ്മസേനയുടെ വാഹനത്തിൽ നമ്മൾ മാലിന്യം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഹരിത കർമ്മസേനക്ക് നമ്മൾ പ്രതിഫലമായിട്ട് 2000 രൂപ നമ്മൾ വാടക ഇനത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അവർ ഫ്രീ ആയിട്ട് നൽകേണ്ട കാര്യങ്ങൾ ഈ ഹരിത കർമ്മസേനക്ക് 2000 രൂപ അക്കൗണ്ട് ത്രൂ ആണ് അതിൻ്റെ ഡ്രൈവർക്ക് നമ്മൾ പണമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. 32ാമത്തെ ചോദ്യം. പൊതുമരാമത്ത് വകുപ്പ് കേരള PWDയുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം പ്രസ്തുത വിവരം പ്രത്യേകമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ എഞ്ചിനീയർ അടുത്ത് പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും അത് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് റോഡ് മാർഗമുള്ള ക്ലീനിങ്ങിന് അനുമതിയും PWD എഞ്ചിനീയർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ബൈറ്റും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും വിവരങ്ങൾ പഞ്ചായത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 33ാമത്തെ ചോദ്യം വരുന്നത് പരിപാടിയുടെ പ്രചരണ സാമഗ്രികൾ, പോസ്റ്റർ, പത്രക്കുറിപ്പ് ആരുടെ പേരിൽ പുറത്തിറക്കിയതാണ്, അതിൻ്റെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായിട്ട് നൽകിയിട്ടുള്ളത് പോസ്റ്റർ പഞ്ചായത്തിൽ നിന്ന് നൽകി. മെമ്പർമാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ആളുകളുടെ സഹകരണം തേടുകയാണ് ചെയ്തത്. ഈ മെമ്പർമാരുടെ എല്ലാവരുടെയും
വീഡിയോ ബൈറ്റ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാമെന്ന് പറഞ്ഞ് വീഡിയോ കളക്ട് ചെയ്തത് ഞാൻ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ എൻ്റെ പേജിലാണ് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോക്ക് താഴെ കോപ്പിറൈറ്റായിട്ട് VM സാദിഖലി എന്നുള്ളത് അവർക്ക് കാണാൻ പറ്റും. അവരത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രചരണം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെയും ആളുകൾ വന്നിട്ടുണ്ടാവും കേട്ടോ. നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വരാൻ അത് കാരണമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പേജുകളിലാണ് മൊത്തമായിട്ട് എല്ലാ പ്രൊമോഷൻ ആക്ടിവിറ്റികളും ആളുകളെ വിളിക്കാനുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പഞ്ചായത്ത് നമുക്ക് അനുമതി തരില്ല എന്നുള്ളത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രേഖകളൊക്കെ നമ്മളടുത്തുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തും കേട്ടോ. 34ാമത്തെ ചോദ്യം വരുന്നത്, ഈ പരിപാടിയിൽ പഞ്ചായത്ത് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. ഇല്ല, ബാധകമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. ക്ലീൻ ആൻഡ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ മുൻപത്തെ ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം, അന്നേ ദിവസവും പത്രക്കുറിപ്പ് പഞ്ചായത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ അത് വാർത്ത നമ്മളൊക്കെ കണ്ടിട്ടുള്ളതൊക്കെയാണ്. 35ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരം ക്ലീൻ ഡ്രൈവിന് ശേഷം വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റു സർക്കാർ വകുപ്പുകൾ ഭാവിയിൽ എന്തെല്ലാം സ്ഥിരമായ നടപടികളാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്ലീനിങ് നടത്തി പോവുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ നൽകിയിട്ടുള്ളത് അറിയോ? പ്രസ്തുത വിവരം രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അപ്പം അവരിതിന് ഒരു മുൻകൈയും എടുക്കുന്നില്ല. പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ ചെക്കിങ് സംവിധാനം വരാൻ വേണ്ടിയിട്ടും ഒന്നും അവരെന്ത് ചെയ്തില്ല, ഒരു മുൻകൈയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉള്ളത്. 36ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരം പ്രദേശത്ത് സ്ഥിരമായി പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സംവിധാനം കൊണ്ടുവരാൻ പഞ്ചായത്ത് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഉത്തരം വന്നിട്ടുള്ളത്, താങ്കളുടെ വിവരം വിവരാവകാശ നിയമം 2005 ചട്ടം Fൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരം നൽകിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. 37ാമത്തെ ചോദ്യം, ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, പദ്ധതി, ഫയൽ, നോട്ടറിംഗ്, മിനിറ്റ്സ് കോപ്പി നൽകുക എന്നുള്ളതാണ്. ബാധകമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെക്കിങ് നടത്താനുള്ള സംവിധാനമൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഉത്തരം നൽകിയിട്ടുള്ളത്. 28ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരം വഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ഗ്രീൻ ടാക്സ്, ഇക്കോ ഫീസ്, മാലിന്യ സംസ്കരണ ഫീസ് ഏർപ്പെടുത്താൻ നിർദ്ദേശമുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് നൽകിയിട്ടുള്ളത്, അത്തരം നിർദ്ദേശങ്ങളോ തീരുമാനങ്ങളോ സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുക എന്നുള്ളത് 39ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ബാധകമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരത്തിൽ സ്ഥിരമായി നിരീക്ഷണ സംവിധാനം, മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം നിർദ്ദേശങ്ങളോ തീരുമാനങ്ങളോ സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അത്തരം തീരുമാനങ്ങളൊന്നും കൈക്കൊള്ളാത്തത് കൊണ്ടാണ് ഈ രേഖകളൊന്നും ലഭ്യമാവാത്തത്. അപ്പോൾ അവർ ഇതിനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ വരുന്നത്. 41ാമത്തെ ചോദ്യം വരുന്നത്, CCTV ക്യാമറ, ഡ്രോൺ നിരീക്ഷണം, ചെക്കിൻ സ്ക്വാഡ്, വളണ്ടിയർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ ഏർപ്പെടുത്തിയിട്ടുള്ളതിലുള്ള രേഖകളുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം നിർദ്ദേശങ്ങളോ തീരുമാനങ്ങളോ സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ് വീണ്ടും അതിൻ്റെ ഉത്തരം. ഇതുവരെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടേ ചെയ്തിട്ടുള്ളതായിരിക്കും. എന്നാൽ അധികം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അത്തരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 42ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരത്തിൽ കൃത്യമായി മാലിന്യ സംസ്കരണ സംവിധാനം നിലവിലുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെ കീഴിലുള്ള തൊഴിലാളികളെ ക്ലീനിങ്ങിനായി നിയമിച്ചിട്ടുള്ളതാണ് എന്നുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്.
ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് അത് കേൾക്കുന്ന സമയത്ത്. നമ്മുടെ ക്ലീനിങ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു സംവിധാനം വനം വകുപ്പ് മുൻകൈ എടുത്തിട്ട് ഉണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസമാണ്. ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന സമയത്ത് നമ്മളെ കുടിവെള്ളത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വനം വകുപ്പ് മാറിയിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ സന്തോഷമുണ്ട്. വനം വകുപ്പ് അത്തരത്തിൽ സ്റ്റാഫിനെ വെച്ചതിൽ വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വിഷയത്തിന്. ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ സ്റ്റാഫിനെ നിയമിച്ചതിന് നമ്മൾ അഭിനന്ദിക്കും കൂടെ ചെയ്യാണ് വനം വകുപ്പിനെ. 43ാമത്തെ ചോദ്യം, ഉണ്ടെങ്കിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി, ശുചിത്വ പദ്ധതി, മാലിന്യ ശേഖരണ ഷെഡ്യൂൾ എന്നിവയുടെ പകർപ്പ് നൽകുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആയതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ആയത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ ഉത്തരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. 44ാമത്തെ ചോദ്യം വരുന്നത്, ഉണ്ടെങ്കിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി, ശുചിത്വ പദ്ധതി, മാലിന്യ രേഖകൾ, ഷെഡ്യൂൾ എന്നിവയുടെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്, ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആയതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ആയത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെയും ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. 44ാമത്തെ ചോദ്യം വരുന്നത്, ഇല്ലെങ്കിൽ നിലവിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം അവർ വ്യക്തമായിട്ട് തലയൂരുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കൾ ആവശ്യപ്പെട്ട വിവരം വിവരാവകാശ നിയമം 2005 ചട്ടം Fൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. 45ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരം ശുചീകരണത്തിനായി സ്ഥിരമായി ജീവനക്കാർ, ശുചിത്വ തൊഴിലാളികൾ, വാച്ചർമാർ, ശുചീകരണ തൊഴിലാളികൾ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് അവിടെ ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നമുക്ക് നൽകിയിട്ടുള്ളത്. സ്ഥിരമായിട്ടൊരു സംവിധാനം ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ല എന്നുള്ള ഉത്തരം നമ്മളെ വേദനിപ്പിക്കുന്ന ഉത്തരങ്ങളാണ്. 46ാമത്തെ ചോദ്യം വരുന്നത്, ഉണ്ടെങ്കിൽ എത്ര പേരെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നു, ഏത് വകുപ്പിൻ്റെ കീഴിലാണ് എന്നുള്ളത് ചോദിച്ചപ്പം ബാധകമല്ല എന്നുള്ളതാണ്. കാരണം അവർ തീരുമാനിച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ബാധകമല്ലാത്തത്. 47ാമത്തെ ചോദ്യം വരുന്നത്, നിയമവുമായി ബന്ധപ്പെട്ട അനുമതി, ഉത്തരവ്, നിർദ്ദേശം, ടെൻഡർ, നിയമന വിശദാംശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെയും ഉത്തരം ബാധകമല്ല എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. 48ാമത്തെ ചോദ്യം വരുന്നത്, സ്ഥിരം ക്ലീനിങ് സ്റ്റാഫ് നിലവിൽ ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം, താങ്കൾ ആവശ്യപ്പെട്ട വിവരം വിവരാവകാശ നിയമം 2005 ചട്ടം Fൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക്. 49ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരം മാലിന്യമുക്തമാക്കാൻ ദീർഘകാല പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നിമിഷം വരെ അവർ ആ പദ്ധതി തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമുള്ളത്. ഇല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 50ാമത്തെ ചോദ്യം, ഉണ്ടെങ്കിൽ അതിൻ്റെ പകർപ്പ് നൽകുക എന്നുള്ളതാണ്. ഇല്ലാത്തത് കൊണ്ട് ബാധകമല്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 51ാമത്തെ ചോദ്യം വരുന്നത്, നാടുകാണിച്ചുരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ, കേസ്, എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ മാലിന്യം വലിച്ചെറിഞ്ഞ ഒരാൾക്ക് 5000 രൂപ ഫൈനിട്ട വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലീനിങ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത കണ്ടതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ മാലിന്യം അലസമായിട്ട് വലിച്ചെറിയുന്ന സംവിധാനം ഇല്ലാതിരിക്കാൻ ഇത്തരം ഫൈൻ നടപടികൾ സഹായിക്കും. അതിന് നിങ്ങളെ അഭിനന്ദിക്കും കൂടെ ഈ അവസരത്തിൽ ചെയ്യാണ്. 42ാമത്തെ ചോദ്യം വരുന്നത്, ഉണ്ടെങ്കിൽ ഇതുവരെ എടുത്ത നടപടിയുടെ കണക്ക് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം, മാലിന്യം നിക്ഷേപിച്ചതിനെതിരെ പിഴ ചുമത്തി തുക ഈടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അവർ കണക്ക് നമുക്ക് നൽകിയിട്ടില്ല.
എത്ര എണ്ണം പിടിച്ചു എന്നുള്ളത്. ഒരെണ്ണമായിരിക്കും പിടിച്ചിട്ടുണ്ടായിരിക്കുക. ആ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവർ കൃത്യമായിട്ട് അതിന് ഉത്തരം നൽകിയിട്ടില്ല. 53-ാമത്തെ ചോദ്യം വരുന്നത്, ഓരോ ചോദ്യത്തിനും ചോദ്യക്രമത്തിൽ പ്രത്യേകമായി മറുപടി നൽകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ട് തന്നെയാണ് നമുക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് വിവരാവകാശ നിയമം 2005 ചട്ടം F-ൽ പറയുന്ന വിവരം എന്ന് നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 54-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മുകളിൽ നൽകിയ എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യ നമ്പർ അനുസരിച്ച് പ്രത്യേക മറുപടി നൽകണമെന്നുള്ളത്. നമുക്ക് പ്രത്യേകം അതുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം ഇതിൽ കൊടുത്തിട്ടുള്ളത് വിവരാവകാശ നിയമം 2005 ചട്ടം F-ൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിനും ഉത്തരം വന്നിട്ടുള്ളത്. 55-ാമത്തെ ചോദ്യം വരുന്നത്, ഓരോ ചോദ്യത്തിനും 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ ക്രമത്തിൽ വ്യക്തമായി മറുപടി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഉത്തരം നൽകിയിട്ടുള്ളത്. പക്ഷെ അതിലും ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. 56-ാമത്തെ ചോദ്യം വരുന്നത്, വിവരം ലഭ്യമല്ല, ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയില്ല തുടങ്ങിയിട്ടുള്ള പൊതുവായ മറുപടികൾ ഒഴിവാക്കി ലഭ്യമായ രേഖകൾ സഹിതം വ്യക്തമായ വിശദീകരണം നൽകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിവരാവകാശ നിയമം 2005 ചട്ടം F-ൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത്. കോപ്പി പേസ്റ്റ് അടിച്ചുക. 53 മുതൽ 56 വരെ കോപ്പി പേസ്റ്റ് ഇങ്ങനെ അടിച്ച് വിട്ടിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയത് പകർപ്പുകൾ നൽകണം എന്നുള്ളതാണ്. ലഭ്യമായ പകർപ്പുകൾക്ക് മുകളിൽ നിശ്ചയിച്ച് നൽകിയ പ്രകാരമുള്ള തുക അടവാക്കി പകർപ്പ് കൈപ്പറ്റേണ്ടതാണ് എന്നുള്ളതാണ്. അക്കൗണ്ട് നമ്പർ നമുക്ക് നൽകിയിട്ടില്ല. അത് നമ്മൾ അവരെ വിളിച്ചിട്ട് അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടതിന് ശേഷം ആ വിവരം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. 58-ാമത്തെ ചോദ്യം വരുന്നത്, വിവരങ്ങൾ മറ്റേതെങ്കിലും വകുപ്പിനെ കൈമാറുകയാണെങ്കിൽ വിവരാവകാശ നിയമം 2005 സെക്ഷൻ 6(3) പ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അപേക്ഷകൾ കൈമാറി അതിൻ്റെ വിവരം അപേക്ഷകനെയും അറിയിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പോയോണ്ടുള്ളൊരു ഗുണമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നമ്മൾ പൊതുയിടത്തിലേക്കും മധ്യത്തിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ വിവരാവകാശത്തിൽ ചോദിക്കണം നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അറിയില്ല, ഇവിടെ ഇല്ല, ബന്ധപ്പെട്ട വകുപ്പുകൾ ലഭ്യമല്ല എന്നുള്ള ഉത്തരങ്ങൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 58-ാമത്തതിൻ്റെ ഉത്തരമായിട്ട് അപേക്ഷ 6(3) പ്രകാരം കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അവർ വേറെ വകുപ്പുകൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ വിവരമൊക്കെ അവരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പഞ്ചായത്ത് നിയമിച്ചല്ലോ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് വാച്ചർമാരെ നിയമിച്ചത്. ഫോറസ്റ്റ് അല്ലേ വെച്ചത്, പഞ്ചായത്തല്ലല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് ആ വിവരം കിട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. 59-ാമത്തെ ചോദ്യം, ഈ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച അപേക്ഷകൻ്റെ വ്യക്തിഗത വിവരങ്ങൾ, ഫോൺ നമ്പർ, വിലാസം എന്നിവ യാതൊരു സാഹചര്യത്തിലും അനാവശ്യമായി മൂന്നാം കക്ഷി വെളിവാക്കരുത് എന്നുള്ളത് 59-ാമത്തതിൽ നമ്മൾ ക്രോസ് ഇട്ടിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിവരാവകാശം കൊടുത്ത ആളുകളുടെ ഡാറ്റകൾ പുറത്ത് വേറെ മൂന്നാം കക്ഷിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നിയമപരമായിട്ട് ഈ കാര്യങ്ങളെ നേരിടാൻ പറ്റും. അവർക്കെതിരെ നമുക്ക് കേസ് വരെ കൊടുക്കാൻ പറ്റും. അവരുടെ ജോലിയെയും ബാധിക്കുന്ന വിഷയമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പോലും ആരാണ് അപേക്ഷ കൊടുത്തത് എന്നുള്ളത് നിങ്ങളുടെ മുൻപിൽ വെളിവാക്കാത്തത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മെമ്പർമാർ, മറ്റുള്ള ആളുകൾക്കൊന്നും ഇത് അറിയാൻ പാടില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുണ്ട്. വിവരാവകാശ നിയമം നമ്മൾ കൊടുക്കുന്ന ആ ഓഫീസറിന് മാത്രമേ ആരാണ് അപേക്ഷ കൊടുത്തത് എന്നുള്ളത് അറിയാൻ പാടുള്ളൂ. എന്തിനാണത് RTI നൽകുന്നത് എന്ന് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. RTIൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളതാണ്. 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ വിവരാവകാശ നിയമം 2005 ചട്ടം F-ൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളത് അവർ അതിൻ്റെ ഉത്തരമായിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ ആ കോപ്പി പേസ്റ്റ് എടുത്ത സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. 60-ാമത്തെ ചോദ്യം വരുന്നത്, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷ നടപടികൾക്ക് ആവശ്യമായ പരിധിക്കുള്ളിൽ മാത്രം അപേക്ഷകൻ്റെ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഈ ഡാറ്റാസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആളെ പേര് കൊടുക്കേണ്ടി വരും. അത് നമ്മളോട് ചോദിക്കാതെ ചെയ്യാൻ പാടില്ല.
ഈ പരിധിക്കുള്ളിൽ വെച്ചിട്ട് മാത്രം ഈ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ പോലെ കോപ്പി പേസ്റ്റ് അടിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. വിവരാവകാശ നിയമം 2005 ചട്ടം എഫിൽ പറയുന്ന വിവരം എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൽ നൽകിയിട്ടുള്ളത്. അവസാനത്തെ ചോദ്യമാണ്, അപേക്ഷകൻ്റെ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്കും നിയമപരമായ നടപടികൾക്കും പുറമെ മറ്റു വ്യക്തികൾ സംഘടനകൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ രേഖാമൂലം അറിയിക്കണം എന്നുള്ള. ഈ വിവരാവകാശം കൊടുത്ത ആളെ പേരും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ വേറെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ രേഖാപൂർവം അത് നൽകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകും. അപേക്ഷകൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നൽകിയിട്ടുള്ള ഉത്തരം. ഇത് പഞ്ചായത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, പഞ്ചായത്ത് എന്ത് പണിയാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? ആളുകളുടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ ഓഫ് പരിപാടികൾ മാത്രമാണോ? ഈ ഒരു സമയത്ത് വൈക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട വാർഡിലെ മെമ്പറായിട്ടുള്ള ഗോപിയേട്ടന് നമ്മുടെ കൂടെ തുടക്കം മുതൽ അവസരം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുക കൂടെ ചെയ്യുകയാണ്. അദ്ദേഹം നമ്മളെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഷോ ഓഫ് മാത്രമായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.